വടകര മാഹി കനാലിന് കുറുകെ മണിയൂര് നിർമ്മിച്ച മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജ് ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 10 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പശ്ചിമ തീര ജലപാത ശൃംഖല നവകേരള നിർമ്മിതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകര മാഹി കനാലിന് കുറുകെ മണിയൂര് നിർമ്മിച്ച മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 14 കിലോമീറ്റർ നീളത്തിൽ നവീകരിച്ച വടകര മാഹി കനാൽ ഇവയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വടകര മാഹി കനാൽ പൂർത്തിയാക്കൽ വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. എത്രയോ വർഷങ്ങളായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നാഷണൽ വാട്ടർവേ നിലവാരത്തിൽ നിർമ്മിച്ചവയാണ്. കേരളത്തിലെ 10 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ശൃംഖല നവകേരള നിർമ്മിതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതായിരിക്കും. കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊരു വലിയ ഹരമാകും. ഇതിലൂടെ യാത്ര ചെയ്യാൻ ഇടയ്ക്ക് അവർക്ക് ഇറങ്ങാൻ സാധിക്കും. ആ ഇറങ്ങുന്ന സ്ഥലത്ത് നല്ലതുപോലെയുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന എല്ലാം ഒരുക്കാൻ നമുക്ക് കഴിയും. കാഴ്ചകൾ മാത്രമല്ല, നമ്മുടെ നാടൻ വിഭവങ്ങൾ, അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ജലപാതയിലൂടെയുള്ള യാത്രയും എല്ലാം കൂടി വരുമ്പോൾ വല്ലാത്തൊരു ഹരത്തിൽ നമ്മുടെ ടൂറിസ്റ്റുകൾ എത്തിച്ചേരും. MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നാടുകാരുടെ ചിരകാലാഭിലാഷമാണ് വടകര മാഹി കനാൽ യാഥാർത്ഥ്യമാകുക എന്നത്. 1957 മഹാനായ EMSന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ജലഗതാഗതം ജലസേചന വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു. ആ കാലത്താണ് വിശാലമായ പാടശേഖരങ്ങൾ മണിയൂരിലെയും ആയഞ്ചേരിയിലെയും വേളത്തുമെല്ലാമുള്ള ഈ പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ആദ്യത്തെ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തന്നെയാണ് ഈ പഴയ ആ കരിങ്കൽ കെട്ട് കാണുന്ന ആ പഴയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. ആ കാലഘട്ടത്തിലെ നിർമ്മാണ ചാതുരി നമുക്കിപ്പോഴും നോക്കിയാൽ ആസ്വദിക്കാൻ കഴിയും. അന്ന് മുതൽ 2 പുഴകളെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി പശ്ചിമതീര ജലഗതാഗതത്തിൻ്റെ ഭാഗമാണ്. കോവളം മുതൽ ബേക്കൽ വരെ ജലഗതാഗതം സാധ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. 31.42 കോടി രൂപ ചെലവിൽ തീരദേശ കപ്പൽ ഗതാഗത ഉൾനാടൻ ജലഗതാഗത വകുപ്പ് മുഖേന ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.